മദർ എലീഷയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ വള്ളാർപാടം ബസലിക്കയിൽ നടക്കുകയാണ്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, ചടങ്ങ് ഏത് ഘട്ടത്തിലേക്ക് എത്തി? The decree of the foundation of the Third Order of Discharged Carmelites, TOCD, for women, and declared Elishua, Anna, and Thresia the foundation stones of the congregation. The distinctive charism of Mother Elishua was her deep contemplative union with God. വള്ളാർപാടം ബസലിക്കയിൽ നിന്നുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മദർ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയാണ്. ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിഷ്ണു പ്രകാശ് ഉണ്ട്. വിഷ്ണു, കേൾക്കാമോ? ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചു. 5 മണിയോട് കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. ആഘോഷത്തിന്റെ അതുപോലെ ഭക്തിപരമായിട്ടുള്ള അന്തരീക്ഷമാണ് വള്ളാർപാടം ബസലിക്കയിൽ ഒരു അഭിമാനം പറയാം. നൂറുകണക്കിന് വൈദികരും അതുപോലെ ഇടപെടുകയാണ്. നിഷ്പാദുക കർമ്മലിത്ത മൂന്നാം സഭയുടെയും തെരേസ്യൻ കർമ്മലിത്ത സന്യാസി സഭയുടെയും സ്ഥാപകയായ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ചടങ്ങാണ് നമ്മൾ കാണുന്നത്. ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് ഈ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. 1831 ഒക്ടോബർ 15 വരാപ്പുഴയിൽ എലീഷയുടെ ജന്മം ഉണ്ടാകുന്നത്. പിന്നീട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്, പെൺകുട്ടികൾക്ക് ബോർഡിംഗ് ആരംഭിക്കുക തുടങ്ങി സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ച ആളുകളെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ അങ്ങനെ ആ തരത്തിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എലീഷ ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തുന്ന ചടങ്ങുകൾക്കാണ് വള്ളാർപാടം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു പ്രകാശാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. The life and mission of the Venerable